കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ BJPയുടെ സംഘടന എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കൃത്യമായ സംഘടനയുടെ വളർച്ചയ്ക്ക് കാരണമായ പല കാര്യങ്ങളും ചെയ്തു. ഈ അടുത്തിടയ്ക്ക് തന്നെ സംഘടനാ ജില്ലകളെ 14 ജില്ലകളെ 30 ജില്ലകളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാഠവും അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റി ആൻഡ് സ്കിൽസ് BJP കണ്ടതിൽ വെച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയ പ്രസിഡന്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. 20% വോട്ട് ഒരു പാർട്ടിക്ക് കേരളത്തിൽ, അതായത് 20% വോട്ട് എന്ന് പറഞ്ഞാൽ 140 28 MLA കിട്ടുന്ന അതിന് തക്കമായ വോട്ട് സംഖ്യ കയ്യിലുണ്ട്, വോട്ട് ഷെയർ കയ്യിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നൊരു ടോപ്പിലാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരു നല്ല കാര്യമാണ്. കാര്യം സ്വരം നന്നായി ഇപ്പോൾ തന്നെയാണ് അദ്ദേഹം പാട്ടുന്നത്. BJP അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞ് മറ്റൊരാൾക്ക് നൽകുന്നത് സ്വരം അദ്ദേഹത്തിന്റെ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിലേക്ക് കൊടുക്കുന്നത് ശക്തമായ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ പവറോടുകൂടി രാജീവ് ചന്ദ്രശേഖരന്റെ ദീർഘദൃഷ്ടിയോടുകൂടി BJP എന്തെങ്കിലും ചലനങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചാൽ